ഈ ഫോണിൻ്റെ കളറ് വെള്ള കളറിൽ നിന്ന് മാറി നീല കളറാവും. ഇത് റിയൽമിയുടെ 2025 ആദ്യത്തെ ഫോണാണ് റിയൽമി 14 Pro Plus. ഇതിൻ്റെ ഒരു ഫീച്ചറായിട്ട് പറയാൻ പറ്റുമോ എന്ന് തന്നെ എനിക്ക് അറിഞ്ഞൂടാ. അതാണ് ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു സംഭവം. 16 ഡിഗ്രി ടെമ്പറേച്ചർ ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ കളറ് വെള്ളയിൽ നിന്ന് മാറി നീലയാവും. ഇതല്ലാതെ ഈ ഫോണിൽ പറയത്തക്കതായിട്ട് വേറെ ഒരു സംഭവമില്ല. ക്യാമറയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്ത് അത്ര പ്രോമിസിംഗ് ആയിട്ടുള്ള ക്യാമറയല്ല. ബേസ് സ്റ്റോറേജ് ഇപ്പോഴും 128 ആണ്. ഇത് 2025 ഗൈസ്. ഈ ബേസ് സ്റ്റോറേജൊക്കെ 256 ആക്കേണ്ട സമയം പണ്ടേ കഴിഞ്ഞു. പിന്നെ അവർ ഈ ഫോണിൽ എടുത്ത് പറയുന്ന ഒരു ഫീച്ചറാണ് ഈ ട്രിപ്പിൾ ഫ്ലാഷ് സെറ്റപ്പ് വരുന്ന ലോകത്തെ ആദ്യത്തെ സ്മാർട്ട് ഫോൺ. ഇത് വെറും ഒരു ജിമ്മിക്സ് ആണ്. ആക്ച്വലി നിങ്ങളിൽ എത്ര പേര് ഈ ഫോണിലെ ഇൻബിൽട്ട് ഫ്ലാഷ് ഉപയോഗിച്ചിട്ട് ഫോട്ടോസ് എടുക്കും എന്നുള്ളതും കമൻറ്റ് ചെയ്യുക. ഞാനൊന്നും എടുക്കാറില്ല. ബിക്കോസ് അത് നമ്മൾ ഡിഫോൾട്ടായിട്ട് തന്നെ ഇതിനകത്ത് ഈ ഫ്ലാഷ് ഓഫ് ആയിട്ടാണ് കിടക്കുന്നത്. നമ്മൾ ടോർച്ചിനല്ലാതെ ഞാനൊന്നും എൻ്റെ ഫോണിലെ ഫ്ലാഷ് ലൈറ്റ് ഉപയോഗിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഇതൊക്കെ ഒരു വലിയ ഫീച്ചറായിട്ട് എടുത്ത് പറയുന്നത് എന്തിനാണെന്ന് എനിക്ക് പിടികിട്ടുന്നതേ ഇല്ല. അതുപോലെ തന്നെ ക്യാമറ ഉപയോഗിച്ചിട്ട് ക്യാമറയിലൊക്കെ ഇപ്പോഴും ലെൻസുകൾ മാറുമ്പോഴത്തേക്ക് കളർ ഷിഫ്റ്റിംഗ് വരുന്നുണ്ട്. നല്ല ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട് ക്യാമറ യൂസ് ചെയ്യുമ്പോൾ. ഓരോ വർഷവും ഇങ്ങനെ ചറപറ ഫോണുകൾ ഇറക്കാതെ ഇന്നോവേറ്റീവ് ഐഡിയാസൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും കിട്ടില്ലം ഫോണുകൾ ഇറക്കാൻ പറ്റിയാൽ അതായിരിക്കത്തില്ലേ നല്ലത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഗൈസ് കമൻറ്റ് ചെയ്യൂ.